നമ്മൾ സ്വിമ്മിങ്ങിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. യാശുവും പപ്പായും ഇന്ന് സ്വിമ്മിങ് പഠിക്കാൻ ചേരുകയാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് സ്വിമ്മിങ്ങിന്റെ സെന്റർ ഉള്ളത്. ഒരു 5 മിനിറ്റിന്റെ ഡ്രൈവേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് സ്വിമ്മിങ്ങിന് ചേർക്കുന്നത്. ഇന്ന് അവരുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇന്ന് സ്വിമ്മിങ്ങിന് പോവാണ്. ഞാനും ഇവരെ കൊണ്ടുവിടാൻ പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ എനിക്കും ചേരണം. ചേർക്കും നടന്നുകൂടാ, ട്രൈ ചെയ്യാം അല്ലേ? അപ്പൊ സ്വിമ്മിങ്ങിന് പോവാണ്. അപ്പൊ ഞങ്ങള് ഇന്നലെ പോയി അഡ്മിഷൻ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ ഇന്നലെ തന്നെ ഡെക്കത്തിലൂടെ ഞങ്ങൾ ഫുള്ള് സ്വിംവെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇവര് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ജേർണി നോക്കാം. ഒരു 30 ഡേയ്സിനുള്ളിലുള്ള കോഴ്സാണ്. ഇവർ പഠിച്ച് തീരത്തില്ലയോ അതോ എന്താവുമോ എന്നൊക്കെ നോക്കാം. ഇന്നലെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞത് ഫുള്ള് സെറ്റില് 30 ദിവസം കൊണ്ട് പഠിച്ചിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ രണ്ടുപേരും, ഒരു വലിയ ആളും ഒരു ചെറിയ ആളും പഠിക്കാൻ പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാനും പഠിക്കും. അപ്പൊ ഞാനും സോമിയാണ് ഇവരെ കൂട്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങള് പോവാണ്. നമ്മള് എത്താറായി കേട്ടോ. കാണാം. പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് എടുത്തു. എന്റെ പൊന്നി ഒന്ന് പതുക്കെ പോണേ. നമ്മള് ഏകദേശം എത്താറായി എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം കൂടെ കാരണം എത്തി. നമ്മൾ 6:08 എത്തി. നമ്മൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ജസ്റ്റ് 10 മിനിറ്റ്സ് ഇല്ല നമുക്ക് പോകാൻ. 5 മിനിറ്റ്സ് ഓൺലി 5 മിനിറ്റ്സ്. കണ്ട പിള്ളേരൊക്കെ ഇറങ്ങി വരുന്ന കണ്ടോ. ഇവിടെയാണ് ഞങ്ങളുടെ സ്വിമ്മിങ്. ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. കണ്ട അറ്റ്ലർ സ്വിമ്മിങ്. ഇവിടെയാണ് ഞങ്ങൾ സ്വിമ്മിങ്ങിന് ചേരുന്നത്. ലേഡീസിന്റെ ബാച്ച് കഴിഞ്ഞു. ഇനി ഈ കളവന്റെ കൊച്ചുപോലും പഠിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഫ്രണ്ടേജ് കേട്ടോ. സ്വിമ്മിങ് പൂൾ അതിനകത്താ. ഓക്കെ, എക്സൈറ്റഡ് ആയിട്ടുള്ള അച്ഛൻ പോന്നു. ഈ കുറ്റിപ്പിശാച്ച് പോകുന്നില്ലേ? അവർ സ്വിമ്മിങ്ങിന് പോവാ. ഡ്രസ്സ് വേണം. ഡ്രസ്സൊക്കെ നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും സെറ്റാണ്. കുറേ മേടിച്ചിട്ടിട്ടുണ്ട്. എന്താണോ എന്തോ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകാം. ഒരെണ്ണം മതി മമ്മി, ഒരെണ്ണം എടുക്കാം. നാളെ പിന്നെ വേറെ എടുക്കാം. ഓക്കെ, കവറുണ്ട് ഇതിനകത്തിട്ട് ഇട്ടോ. അച്ഛൻ്റെ ഇതിനകത്ത് ഇട്ടോ. അപ്പോൾ ഒരുമിച്ച് എടുത്തിട്ട് പോവാം. തണിഞ്ഞ് കഴിഞ്ഞ് ഇടാൻ വേണ്ടി കവറൊക്കെ ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഇതും. അച്ഛന് ഏതെങ്കിലും ഒരു ടീഷർട്ടും ഒരു നിക്കർ കൂടെ അതിനകത്ത് എടുത്തിടും. യാഷിൻ്റെ അത് മാത്രമേ ഉള്ളൂ. അതല്ല യാഷിൻ്റെത്. ഗോഗിൾസ് ഇതും. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തു. ഇതും ബാ. അത് നിക്കറും ഉടുപ്പും മാത്രമല്ലേ ഉള്ളൂ. അത് വേണ്ട. കമോൺ മമ്മിയാണ് ഇനി എല്ലാ ദിവസവും വരെ കമ്പനി. എന്ത് പറ്റി? അവരുടെ ഇത് ഇവിടെ ചേഞ്ചിങ് റൂമൊക്കെയാണ്. ഞാൻ എന്താവുമെന്തോ. അടുത്തൊരു സ്വിമ്മിങ് സൂട്ടുകാരനെ കാണാം. എന്താണോ എന്താവോ സിബിട്ട് വിടുമ്പോ ദാണ്ടേ ഇതെന്താ ഇങ്ങനെ നിക്കുന്നേ? ആലോചിക്കാണോ? അപ്പോൾ അവർ ആദ്യമേ ഒന്ന് ജസ്റ്റ് ഷവറിൽ ഒന്ന് ഫ്രഷ് ചെയ്തു. യാഷ് ആദ്യമേ ഒന്ന് നനഞ്ഞു. എല്ലാവരും ഒന്ന് ജസ്റ്റ് ആദ്യമേ ഒന്ന് ഷവറിൽ നല്ല ക്ലോറിനില്ലാത്ത വാട്ടറിലൊന്ന് ഫ്രഷ് അപ്പ് ആവും. അപ്പോൾ ബോഡിയൊക്കെ ഒന്ന് വെറ്റാവും. അതിനുശേഷം യാഷിനെ കൊണ്ടുപോയി ചെറിയ പൂളിലാക്കി കേട്ടോ. അതാണ് ട്രെയിനർ. പിന്നെ അച്ഛനെ വലിയ പൂളിലേക്ക് മാറ്റി. അപ്പോൾ അച്ഛൻ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എത്ര ഡെപ്ത് ഉണ്ടെന്നൊക്കെ ഒന്ന് നടന്ന് നോക്കാൻ അവർ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. ആ ചേട്ടൻ ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്, എത്ര ഡെപ്ത് ഉണ്ട് എന്നൊക്കെ ഒന്ന് സാറ് നടന്ന് നോക്കൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. യാഷ് ജസ്റ്റ് ഇന്ന് കളിക്കാൻ, ഇന്ന് യാഷിന് ഫുള്ള് ആ ചെറിയ പൂളിൽ കളിക്കുക എന്നുള്ളതാണ് പ്രധാന പരിപാടി എന്നാണ് പറഞ്ഞത്. അച്ഛൻ ചെന്നപ്പോഴേ ഒന്ന് മുങ്ങി ഇതാന്നും ഒക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ടാവും. ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം കുറേ മക്കളുണ്ട്. ഒരുപാട് ദിവസം ഓൾമോസ്റ്റ് അവർക്ക് 30 ഡേയ്സിൻ്റെ ഒരു പ്ലാനാണ്. 30 ഡേയ്സാണ് അവരുടെ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്ന ദിവസം. പിന്നെ ഒരു 15 ദിവസം എക്സ്ട്രാ അവരുടെ സ്വിമ്മിങ് ഒന്ന് കറക്റ്റ് ആക്കാൻ, അതായത് ഒരു പെർഫെക്റ്റ് ലെവലിലേക്ക് ആക്കാൻ. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ആ 30 ഡേയ്സിൽ പഠിക്കും. അപ്പം ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു പൂളും സറൗണ്ടിങ്സും ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിള്ളേർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഈ കുറേ സാധനങ്ങളുണ്ടല്ലേ, ഹെൽപ്ഫുൾ ഡിവൈസുകളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്.
ഒരുപാട് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇതൊക്കെയുണ്ട്. ഞാനും അമ്മയും ആണ് ഇവരുടെ സപ്പോർട്ടിങ് സ്റ്റാഫ്സ്. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിയുമ്പോൾ അമ്മ മാത്രമേ കാണത്തുള്ളൂ. യാശുവിൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അമ്മയും കൂടെ വരും. മിനിയമ്മയും പിന്നെ കാണത്തില്ല കേട്ടോ. സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് മിനിയമ്മ ഒരുപാട് ടയേർഡായിരിക്കും. അങ്ങനെ യാശു കുറേ നേരം പപ്പായായിട്ട് കാര്യമൊക്കെ പറയുകയൊക്കെ ആയിരുന്നു. ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് രസമാണ്. പിന്നെ ഈ കുഞ്ഞു ആവെ കണ്ടോ, ഇപ്പോൾ അടിപൊളിയാണ് ഇവൻ. കുറേ ദിവസം ആയെന്ന് തോന്നുന്നു കേട്ടോ. ഇവൻ നന്നായിട്ട് നീന്തും. ഇവൻ ആ സപ്പോർട്ടിങ് സാധനം വെച്ച് അങ്ങേറ്റം വരെ പോയി. അത്രയും ഡെപ്തുള്ള പൂളിൽ പോകുന്നില്ലേ, അപ്പോൾ അവൻ നീന്താൻ പഠിച്ചവന് തന്നെയാണ്. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന യാശു ഇങ്ങനെ പല പല അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നു. അവർ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കുറച്ച് ഫ്രീ ആക്കി വിട്ടേക്കുവാണ്. ഇന്ന് എന്തൊക്കെ പരിപാടികൾ. പിന്നെ അച്ഛനെ ആ ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് അച്ഛൻ ഫ്ലോട്ടിങ് ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇന്ന് തന്നെ. കണ്ടോ, കാലൊക്കെ പൊക്കി തല താത്ത് വെച്ചാൽ നമുക്ക് കാല് വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫ്ലോട്ടിങ് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ചേട്ടന് സപ്പോർട്ട് ഇല്ലാതെയും അച്ഛൻ ഓക്കെ ആയി. പിന്നെ യാശു ഒന്നുമില്ല. യാശുവിനെ ആ ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് സ്വിം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്, താങ്ക് യു.